ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് എവിടെയെന്ന് വെച്ചാൽ നമ്മൾ ലൂക്കൻ്റെ വീട്ടിലാണ്. മോനെ 2 ദിവസമായിട്ട് നാട്ടിലായിരുന്നു. എൻ്റെ ലൂക്കാസ് ഒരു ടീഷർട്ടിൻ്റെ സ്റ്റോക്ക് കാര്യങ്ങളൊക്കെ ഇറക്കാൻ പോയതായിരുന്നു. അപ്പോൾ ഒന്ന് രാവിലെയാണ് വീട്ടിലെത്തിയത്. അപ്പം എന്നെ വിളിച്ചു, ഇടുക നമുക്ക് സ്റ്റോക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാണ്ട്, അതുപോലെ അതിൻ്റെ കുറച്ച് വീഡിയോസ് കാര്യങ്ങൾ എടുക്കാണ്ട് പറഞ്ഞു. അപ്പോൾ എൻ്റെ വീട്ടിൽ വന്നൊക്കെയാണ്. അപ്പം ഇതാണ് എൻ്റെ വീട്. അപ്പം ചങ്ങായി ഇവിടെ ഉണ്ട്, നമുക്ക് ഓനൊന്ന് കണ്ടുവരാം. വണ്ടി എൻ്റെ വാപ്പാക്കും വേണ്ടി എടുത്തെടുത്തൊരു വണ്ടിയാണ്. വണ്ടി കെക്കിക്കൊണ്ടിരിക്കുകയാണ്. നവാസ് ലൂക്ക, എന്താ വർത്താനം? 2 ദിവസം നാട്ടിലില്ലേ ഇനി പറഞ്ഞ് ഡോക്ടർക്ക് പോയതേനി? എങ്ങനെ ഉണ്ടായിരുന്നു 2 ദിവസത്തെ കോയമ്പത്തൂർ വൈബ്സ് ഒക്കെ? അവിടെ റൂം കാര്യങ്ങളൊക്കെ ഉണ്ടായിനി? അപ്പോൾ ഒരു ചങ്ങായി പണിയെടുക്കാണ് ഇപ്പോൾ. എത്രയായി ഇപ്പോൾ വണ്ടി ആക്കിയിട്ട് ഒരാഴ്ച ആയിട്ടുള്ളൂ. ഇത് ഞാൻ കക്കണം. ഇത് പാപ്പാക്ക് വാങ്ങി കൊടുത്തിട്ടൊന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അപ്പം എന്താ പറയാ, എൻ്റെ കോയമ്പത്തൂരിലെ വിശേഷങ്ങൾ പറയും. കോയമ്പത്തൂർ അടിപൊളി. ഇപ്പൊ കാഴ്ച അപ്പോൾ ഇത് വന്നിട്ടുണ്ട്. ലൂക്കാസ്റ്റോറിൽ ഒരുപാട് സ്റ്റോക്കുകൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. മാക്സിമം എല്ലാവരും എന്ത് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയ കളക്ഷൻസ് എന്തൊക്കെയാണ്? കളക്ഷൻ പോയി കാണാം, ഒക്കെ കൊണ്ടുവച്ചല്ലോ. അതായത് അങ്ങനെയല്ല, ഞാൻ ചോദിക്കണം എന്താ വെച്ചാല് ഏതൊക്കെ മോഡലാണ്, ടൈപ്പ് ഉണ്ടോ? അതായത് ടൈപ്പ് ഉണ്ടോ അറിയില്ല. അത് നമുക്ക് നോക്കാനാണ്. ഒരു 50-60 പീസാണ് നോക്കാം. എന്താണ് എൻ്റെ അർത്ഥാനോ? എൻ്റെ കഥ എന്താ അങ്ങനെ പോണു? സാറാണ്. അല്ല, എന്നിട്ട് ആരാണ് എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നത്? അന്ന് എൻ്റെ കമ്പനിക്കാരുണ്ട്. നാട്ടിൽ ഇപ്പൊ ബ്ലോഗൊക്കെ തുടങ്ങി ഫുൾ സെറ്റപ്പിലാണല്ലോ. ഇൻഷാ അല്ലാഹ് രക്ഷപ്പെടാനുള്ള ഓരോ മാർഗങ്ങൾ നമ്മൾ നോക്കണ്ടേ? അപ്പം ലൂക്കൻ്റെ വണ്ടി, ലൂക്ക ഉപ്പാക്ക് വേണ്ടി വാങ്ങി കൊടുത്ത വണ്ടി ക്ലീനപ്പ് ആക്കിയിട്ടുണ്ട്. ഇതിപ്പോ ലാസ്റ്റ് എന്നാ എഗ്ഗേനവാസേ? ലാസ്റ്റ് വന്ന കഴിഞ്ഞ ആഴ്ച. കഴിഞ്ഞ ആഴ്ച അല്ലേ? അതിന് മുമ്പത്തെ ആഴ്ച. അത് കൊണ്ടെടുക്കാൻ അങ്ങനെയാണ്. അല്ല, ഇജ്ജനെ എഗ്ഗണല്ലോ. ഇജ്ജ് വാങ്ങി കൊടുത്ത വണ്ടി ആകുമ്പോ അങ്ങനത്തെ ആർക്കൊന്നുമില്ല. അതുണ്ട്. എന്നോട് ഞാൻ മനസ്സിലാക്കിയെടുത്തോളാം. എന്നോട് ആ വാപ്പ അതേ പറഞ്ഞു, വണ്ടി ഞാൻ കെക്കൂല, വണ്ടി മൊത്തം വാപ്പ ഓസ് ശ്രദ്ധിക്കുന്നുണ്ട്. ഓസിനെ നമ്മള് കണ്ടു, ഓസ് നമ്മള് പറഞ്ഞൊക്കെ ശ്രദ്ധിക്കുന്നു. അപ്പം ഇനി നമ്മള് പരിപാടി എത്തത് കഴിഞ്ഞിട്ട് വീഡിയോ എടുക്കാണ്ട്. അപ്പം ലൂക്കാസ്റ്റോറിന്റെ സ്റ്റോക്ക് കാര്യങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. പുതിയ പുതിയ സ്റ്റോക്കുകൾ നമ്മളെ പേജിൽ ലൂക്കാസ്റ്റോറിൽ പോസ്റ്റ് വീഡിയോസ് റീൽസ് കാര്യങ്ങളൊക്കെ വരും. ഇനി വൃത്തിക്ക് വെയിൽ ഒളിച്ച പോയാണ്ട് ഇതിന്റെ മാറ്റോടെ അവർ ചില വണ്ടി വൃത്തിയായിട്ടുണ്ട്. ഇജ്ജ് ഗഗ്ഗിയനോട് വരല്ല, അടിപൊളിയായിട്ടുണ്ട്. ഇതൊന്നും മട്ടത്ത് കഗിയിലടിയൊക്കെ അല്ല, ഇത് ഫ്രഷ് വണ്ടി ആകുമ്പോൾ മാത്രം ഇത് വരൂലടാ. ഇങ്ങനെ നമ്മള് പറ്റണേത് മൈൻഡൊക്കെ ആകുമ്പോഴാണ് ഉള്ളത്തെ ചളി കാര്യങ്ങളൊക്കെ നമുക്ക് കൂടുതൽ പണി വരിക. അതായത് ഇത് ചെയ്യുമ്പോൾ കേൾക്കുമ്പോൾ ഇപ്പൊ അങ്ങനെ വല്ല വണ്ടി വെക്കണം. എൻ്റെ വണ്ടി അവിടെ നിന്നോട്ടെ, കുറച്ച് എൻ്റെ ലാസ്റ്റ് സർവീസ് ചെയ്തിപ്പം എന്താ അറിയില്ല. ഫലോത്തിന്റെ ചങ്ങായിന്റെ പുതിയ സർവീസിന്റെ തോന്നുന്നല്ലോ, ഫെബിന്റെ. പാലോത്തല്ല മണ്ട, ചേലക്കോട്. ചേലക്കോട് മില്ലിന്റെ അവിടെ, മില്ലിന്റെ നേരെ അപ്പം. അടിപൊളിയാ. ഉൽക്ക് കുഴപ്പമില്ലാത്ത തേയില് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഏതായാലും ഉഷാറാട്ടെ. രക്ഷപ്പെട്ടെല്ലാവരും. ഓനപ്പോ പഠിച്ചതാ? +2 അല്ലേ? 7ാം ക്ലാസ് 8ാം ക്ലാസ്. അപ്പം വണ്ടി കുട്ടപ്പനായിട്ടുണ്ട്. അപ്പം ഇനി നമ്മൾ അടുത്ത പരിപാടി നോക്കാം. നമ്മൾ അടുത്ത പരിപാടി വന്നത് അത് സ്റ്റോക്ക് കാണിച്ചിട്ടില്ല. ഇതാണ് നമ്മളെ വണ്ടി, നമ്മളെ നമ്മൾ സ്റ്റോക്ക് കാണിച്ചതാ. ഇതിന് അൺബോക്സ് ചെയ്യാണ്ട് ഈ രണ്ട് കവറാണ്.
ഇതിന് പൊട്ടിച്ചിട്ട് ഇതിൻ്റെ വീഡിയോസ് അതുപോലെ നല്ല നല്ല ഫ്രെയിം നല്ല നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ. അപ്പം ആ കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ഇവിടെ നിൽക്കുകയാണ്. അപ്പോൾ നവാസിൻ്റെ ഉപ്പ എനിക്ക് ചെറിയൊരു പണി തന്നു. ലൂക്കാ, അപ്പോൾ ഞാൻ 10 മുട്ട വാങ്ങി വരാം ഓ. അനക്ക് ഇതിപ്പോൾ ഇത് കട തുടങ്ങിയ അവിടെ ഇത് എത്രാമത്തെ വണ്ടിയപ്പോൾ ഇത് വിക്കിൻ്റെ വണ്ടി എങ്ങനെ ഇവിടെ എത്തി? വെറുതെ അല്ലേ പണിക്കോണം അവിടെ കാണാൻ. അപ്പം ഞാനേ 10 മുട്ട വാങ്ങി വരാം കേട്ടോ. അപ്പോൾ അവിടെ എന്നാലും ഒരാൾ വെറുതെ ചൂലത്തേൽ പണി കൊടുക്കുന്നതാണ്. അതാ മുട്ട വാങ്ങി വരാം. പണി ഇവിടെ ഉണ്ടാവും, ഇഷ്ടം പോലെ പണി ഉണ്ടാവും അവിടെ. സന്തോഷം വലുതായിരിക്കും അച്ഛാ. അതെ, അപ്പോൾ ഞാൻ മുട്ട വാങ്ങി വരാം കേട്ടോ. ഓക്കെ. അപ്പോൾ നമ്മൾ ഫൈനലി മുട്ട വാങ്ങിയിട്ടുണ്ട്. 10 മുട്ട വാങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ ലൂക്കൻ്റെ വീട്ടിൽ തന്നെ പോവാണ്. അപ്പോൾ പോയിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്, ടീഷർട്ട് കാര്യങ്ങൾ സെറ്റാക്കാണ്ട്. അപ്പോൾ നമ്മളെ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. ലൂക്ക സ്റ്റോറിൻ്റെ സ്റ്റോക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് റീല് വീഡിയോ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി നമ്മൾ എത്തിയിട്ടുള്ളത് തെറ്റമലുള്ള ഉള്ളൊരു സ്ഥലത്തേക്കാണ്. ഈ പ്ലേസ് എല്ലാവർക്കും അറിയാം മതിയാവും. അപ്പം ഇവിടെ ഉള്ളത് ആരൊക്കെയാണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരാളോട് പുതിയതായിട്ടുണ്ട്. നഹാനാണ് നമ്മളെ കൂടെ ഉള്ളത്. ഷൂട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്താ ഇവിടെ നവാസ് ഷൂട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ക്യാമറമാൻ നഹാനുണ്ട്. ഇന്ന് 2 ആൾക്കാർ കൂടി വരാനുണ്ട്. അപ്പോൾ ഷൂട്ട് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല കാറ്റുള്ളൊരു ഏരിയ കേട്ടോ ഇവിടെ. ഇവിടുത്തെ ഒരു വൈബ് കാണിച്ചാൽ ഇവിടെ പാടാണ്. ഇത് എന്താ പറയുക, എൻ്റെ ടീമിൽ തന്നെ ഹനീൻ്റെ ഒരു കുടുംബക്കാരെ പ്രോപ്പർട്ടിയാണ്. എന്താ പറയുക, നല്ല അടിപൊളി നല്ല കാഴ്ചകളാണ് ഇവിടെ. നമുക്ക് നല്ല നല്ല ഇളം കാറ്റ് കിട്ടുന്നുണ്ട്. ഡാൻസർ നഹാൻ. എനിക്കെന്താ പറയാനുള്ളത്? നമ്മൾ ഷൂട്ട് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി 2 ആൾക്കാർ കൂടി വരാനുണ്ട്. അപ്പം എൻ്റെ വിഷ്വൽസൊക്കെ നമുക്ക് കാണാം. ഈ പ്ലേസ് അറിയുന്നവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യും. അപ്പം അടിപൊളി പ്ലേസ്, ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഫസ്റ്റ് ടൈമാണ് കണ്ടു വരുന്നത്. അപ്പം റീല് അതുപോലെ ഫോട്ടോസ് കാര്യങ്ങൾക്കും ഒക്കെ പറ്റിയ ഒരു പ്ലേസാണിത്. അല്ല, നിങ്ങളും ഷൂട്ട് എടുക്കില്ല? പറയടാ. അങ്ങനെയാണ് ഫെബ്രുവരി വാലന്റൈൻസ് വീക്ക് ആയതുകൊണ്ടുള്ള ഇവിടുത്തെ ഷൂട്ടിന് വന്നതാ. മിൻഹ വിളിക്കുന്നു ഗൈസ്. കുട്ടിയുള്ളപോലെ അങ്ങനെ ഇല്ലാത്തവര് ഇങ്ങനെയൊക്കെ എന്തൊക്കെയാണ് പോയിക്കൂലേ. എനിക്ക് കുട്ടിയുണ്ട്, പക്ഷെ ഓളിങ്ങനെ വിട്ട നേരത്തൊന്നും വിളിച്ചൂല. അതിനൊരു ടൈമും കാര്യങ്ങളും ഉണ്ട്. ഒരാളൊരു പണിയിലാന്ന് കേൾക്കുമ്പോഴെങ്കിലും കട്ടാക്കി പോണം. എന്റെ കുട്ടി ഏത് യൂണിവേഴ്സിറ്റികളാ അതൊന്നും പറയില്ല. ചെറിയ പ്രായക്കാരൻ എന്നോട് എനിക്ക് വെളിപ്പെടുത്താൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. നവാസേ, നമ്മളെ ഷൂട്ട് നടക്കുമെന്ന് ഒരു ചങ്ങായി രാവിലെ വന്നിട്ട് മറ്റൊരു വരുമ്പോൾ നമുക്ക് ഷൂട്ട് ഇവിടുന്ന് കഴിച്ചണം കേട്ടോ. അപ്പൊ ഇവിടെ ഉള്ള ആൾക്കാർ എന്താന്ന് വെച്ചാല് ഒരു ഹോസ്പിറ്റൽ കേസായിട്ട് പുറത്തു പോയതാണ്. അപ്പം ഓല എന്താ വെച്ചാൽ ഇവിടെ നമ്മള് പോകുമ്പോ ഡോറൊന്നും ചാരി പോയാലെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞങ്ങളിപ്പോ ഇങ്ങനെ ഷൂട്ട് എടുത്തോണ്ടിരിക്കാണ്. ഇതിപ്പോ പ്ലെയിൻ ടീഷർട്ടിന്റെ ഷൂട്ട് നമ്മൾ എടുത്തു. ഇതിപ്പോ പ്രിന്റ് ടീഷർട്ടിന്റെ ഷൂട്ടാണ്. ജാതി അഭിനയം, ജാതി ആക്ടിങ്, പ്രോ എഡിറ്ററാണ്. വെഡിങ് വർക്കൊക്കെ ഉണ്ടെങ്കിൽ വിളിക്കുക. ഓക്കെ, അപ്പം അങ്ങനെയൊക്കെയാണ് അവിടുത്തെ അവസ്ഥ മൊത്തത്തില്. ഇപ്പൊ ഫുഡ് കഴിച്ചിട്ടില്ല, ഫുഡ് കഴിക്കണം. ഫുഡ് കഴിച്ചോ? ഫുഡ് കഴിച്ചു. നല്ല
ചോറും കോഴിക്കറി ഞങ്ങള് വന്നപ്പോഴേ നല്ല ഒരു മിനിറ്റ് പറഞ്ഞാൽ നല്ല കേറ്റലേറ്റിന്. അല്ലാണ്ട് നിങ്ങളൊക്കെ വന്ന് ഊപ്പിച്ചൊന്നിച്ചാൽ മൂല്യന്മാരെ ചെലവുണ്ട് വരെ. പക്ഷേ നവാസ് മുട്ടം വിളിച്ചിട്ട് അതിന് വരെ പങ്കെടുക്കാൻ കഴിയാത്ത ഒരവസ്ഥയാണ് എനിക്ക്. ഇവിടുത്തെ വരക്കാർ എടുക്കുപോയതാണ്. ഹോസ്പിറ്റലിൽ ആയിട്ട് ഓല് വരുമ്പോ ഇങ്ങോട്ട് നോക്കി ഓല് വരുമ്പോ നമുക്ക് ഈ ഷൂട്ട് വന്ന് കഴിച്ചു. ഈ അടുത്ത ഷോട്ട് ഇത് എടുക്കതി സാധനങ്ങളൊക്കെ എടുക്കാണ്ട്. ഇവിടെ രണ്ടാളെ കൂട്ടി ബാക്കിയുള്ള ആൾക്കാർ പേരുള്ളില്. അപ്പോൾ ബാലൻസിയാഗൻ്റെ പുതിയ മോഡൽ ടീഷർട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ അവിടെ നഹാൻ്റെ അടുത്ത് അങ്ങനെ തിരിച്ചാ നഹാനെ തിരിച്ചാ BMW ടീഷർട്ട് ഉണ്ട്. നഹാന മറ്റേ പറഞ്ഞോ BMW ആൾക്കാർ എന്നാ വെക്കട്ടെ വീഡിയോ ഇറങ്ങുമ്പോൾ അതിൽ പറയില്ല. അവൻ്റെ ഒരു സാധനം ഉണ്ട്. അപ്പോൾ വീഡിയോയിൽ പറയാമെന്നാ പറഞ്ഞ്. അപ്പം എന്താ ബാലൻസിയാഗോൻ്റെ ഒരു ടീഷർട്ടാണ് സിയാഗ, അത് BMW. ഞാൻ അത് കട്ടായില്ല, ഞാൻ എൻ്റെ വീഡിയോ കഴിഞ്ഞിട്ട് അത് കട്ട് ചെയ്യുള്ളൂ. ഇതുവരെ ഞാൻ എടുക്കുന്നുണ്ട്. ഞാൻ ഫസ്റ്റ് ഡേക്കിൽ തന്നെ പറയണം കേട്ടോ. നഹാനെ ഫസ്റ്റ് ഡേക്കിൽ തന്നെ പറഞ്ഞ് വൃത്തിയാക്ക് കേട്ടോ. നഹാനാണ്, അതാണ് എൻ്റെ ഒരു പേടി. അല്ല ഞാൻ പറയില്ല, BMW ആ സാധനമല്ലേ അത്. ഞാൻ ഇപ്പം ഇതിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇജ്ജ് പറയൽ നിർബന്ധമായി. ഇപ്പം ഞാനാണ് ഫസ്റ്റ് BMW കാര്യം എടുത്തതിന് എനിക്ക് പറഞ്ഞാൽ മതി. അപ്പം ഗൈസ് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് BMW ആയിട്ടും ബാലൻസിയാഗ. അപ്പം വേണ്ടവരൊക്കെ ലൂക്കാസുകളിൽ കയറി DM ചെയ്തോളി, ഓർഡർ ചെയ്തോളി. നല്ല നല്ല സാധനങ്ങളുണ്ട് കേട്ടോ. അപ്പം വേണ്ടവരൊക്കെ ചെറിയ പ്രൈസിൽ നല്ല നല്ല സാധനങ്ങൾ കൊണ്ടുപോയിക്കോളി. നവാസേ ചെറിയ പ്രൈസിൽ നല്ല നല്ല സാധനങ്ങൾ പറഞ്ഞിട്ട് എനിക്കൊരു പ്രൊമോഷൻ തരാൻ ചിലപ്പോൾ എനിക്കാവും പറ്റൂല. അപ്പോൾ ലൂക്കാസുകൾ ഒരുപാട് കളക്ഷൻ ഇറക്കിയിട്ടുണ്ട് ഇൻഷാല്ല. അപ്പോൾ നമ്മൾ ലോ പ്രൈസിലാണ് നമ്മളെല്ലാം കൊടുക്കുന്നത്. അപ്പോൾ DM ചെയ്തോളി. അപ്പോൾ അതിൻ്റെ ഓണർ തന്നെ നമ്മളോട് നേരിട്ട് വന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ കാര്യങ്ങളൊക്കെ. അപ്പം വേണ്ടവരൊക്കെ ലൂക്കാസുകളിൽ കയറുക, ഓർഡർ ചെയ്യുക, സെറ്റാക്കുക. ഓക്കെ, എന്താന്ന് വെച്ചാൽ ഇവല് അങ്ങോട്ടും ഇങ്ങോട്ടും പ്ലാനിങ് ആക്കുകയാണ് ഇപ്പം എങ്ങനെ ഇത് ചെയ്യണം എന്നുള്ളത്. എല്ലാ ബുദ്ധിയും ബെൻഡേലാണുള്ളത്. ഇപ്പം വീഡിയോ എടുത്ത് കൊടുക്കുന്നുണ്ട് നവാസ്. ഇതൊക്കെയാണ് ഇതിൻ്റെ ബിഹൈൻഡ് ദ സീൻസ് എന്ന് പറയുന്നത്. ഇതൊക്കെ ഇനി വീഡിയോ ആയിട്ട് ഇറങ്ങും ഇൻഷാ അല്ലാ. ഓക്കെ, നഹാനാജി മറ്റൊന്നും പറഞ്ഞില്ല കേട്ടോ. നഹാനെ ഞാൻ വിചാരിച്ചത് എന്താ അറിയോ, ഈ പ്ലെയിന് ഫ്രെയിമൊക്കെ പെട്ടെന്ന് ഈ സാധനം എങ്ങനെ വരുന്നു, ടീഷർട്ട് മാത്രമായിട്ട് വന്നിട്ട് പിന്നെ ഞാൻ നീച്ച് വരുന്നു. പറ്റും. ഇജ്ജ് വീഡിയോ എടുത്ത് കൊടുക്ക്, ഇഷ്ടം പോലെ ടൈം നമ്മളതിൽ അഭിനയിക്കില്ലാടി. ഞാൻ അടക്ക് ഞാൻ ഈ വ്ളോഗ് എടുത്തോണ്ടിരിക്കണല്ലേ ജി. ഞാൻ അല്ല നവാസ, ഞാൻ ബാക്ക് വന്നിട്ട് എത്ത് കാട്ടാനാ. ഞാൻ പൊട്ടനായിട്ട് ബാക്ക് വെക്കല്ലേ, അത് വേണ്ട, അത് പറ്റൂല. എനിക്ക് മെയിൻ റോളില്ലാതെ ഞാൻ ചെയ്യൂല. അഭിനയിക്കാൻ പറഞ്ഞപ്പോഴേ ജീവിച്ച് കാണിച്ച് ബാക്ക് തോന്നി. ഞാനത് ഒരിക്കലും അതിൽ പാർട്ണർഷിപ്പ് കൂടരുത്. കുറച്ച് ടൈറ്റിൽ വെക്കണം, അപ്പോഴേ അതിൽ കാര്യം ഉണ്ടാവുള്ളൂ. സ്വന്തം വീഡിയോ കണ്ട് പുളക്കി തന്നെ ആക്കുന്ന ഗൈസ്. അപ്പൊ ഇങ്ങനത്തെ വാൾപേപ്പർ വേറെ ആരെയും ഫോളോ ഉണ്ടോ? ആർക്കും തരൂല, ഇതെന്റെ മാത്രമേ ഉള്ളൂ പറയണേ. ഇവിടെ നോക്കി പക്ഷിയൊക്കെ പറക്കണുണ്ട് അതിന്റെ ഇടയിൽ കൂടെ. ഇത് ചെയ്ത വാൾപേപ്പറോ അതോ ചെയ്യുന്ന കട്ടെടുത്തോ? നമ്മളെ സ്വന്തം നിദാൻ എന്ന് പറഞ്ഞ കൂട്ടുകാരെടുത്ത ഫോട്ടോയാണ്.
അത് നമ്മൾ ഇങ്ങനെ ആക്കിയിട്ട് സംഭവം നൈസായിട്ടുണ്ട്. ഓക്കെ അപ്പോൾ ചെറുതായിട്ട് എഡിറ്റ് ചെയ്തിട്ടുണ്ടെന്നാ പറഞ്ഞിരുന്നേ. ഒറിജിനൽ കാണണോ? ഒറിജിനൽ കാണിച്ചോണ്ടെന്നാ. ഒറിജിനലാണ് കാണണ്ടേന്നുണ്ടെങ്കിൽ ഒറിജിനൽ ഇതാ ഇവിടെ സാധനം നോക്കി. ഇതാ അങ്ങനെ ആക്കി അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഓക്കെ ഓക്കെ ഓക്കെ. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഷൂട്ട് കാര്യങ്ങളൊക്കെ ഏകദേശം എൻഡ് ആവാനായിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ഈ ഒരു ഷൂട്ടിങ്ങിൻ്റെ ഇതിക്ക് ഒരാൾ കൂടി വന്നിട്ടുണ്ട്. മച്ച എന്താ പേര് പറഞ്ഞു? വാസിയുടെ സ്ഥലം? ഓക്കെ ഓക്കെ. അപ്പം അപ്പൊ നമ്മളെ ഷൂട്ട് ഏകദേശം ഗായ് തന്നെ കാട്ടുന്നു. നമ്മളെ ഷൂട്ട് ഏകദേശം കഴിയാനായിട്ടുണ്ട്. അപ്പോൾ എനിക്കും കുറച്ച് തിരക്കുണ്ട്, ഉമ്മാനും കൊണ്ടൊരു വഴിക്ക് പോകാനുണ്ട്. അപ്പോൾ നമ്മളെന്താ വെച്ചാൽ രാവിലെ ഇറങ്ങിയാണ്, 10-12 മണിയൊക്കെ ആയപ്പോൾ ഇറങ്ങിയാണ്. അപ്പം ഇനി വീട്ടിൽ പോകണം, ഫുഡ് കഴിച്ചിട്ടില്ല. ഷൂട്ടിനെ കുറിച്ച് ലൂക്ക പറയും. അതായത് ഗൈസ്, നമ്മളൊരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യുക, അതിൻ്റെ വളർച്ച എങ്ങനെ കാണാം. സിനിമ പറഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് റിസ്ക് ഉണ്ടാവും. ഞാൻ ഇപ്പോൾ എടുക്കുന്ന റിസ്ക്കാണ് ഇതൊക്കെ. അതിന് നമുക്ക് ഒരുപാട് സപ്പോർട്ട് ചെയ്യണം അജ്മൽ, അതേമാതിരി നമ്മളെ അനിയനെ പോലെ കാണുന്ന നമ്മളെ സാലു, അതേമാതിരി നഹാൻ, നമ്മളെ ചങ്ക്. അപ്പോൾ എന്താ വെച്ചാൽ ഇവരെല്ലാവരും കൂടി ഉണ്ടാകുമ്പോഴാണ് എനിക്കിതൊരു വിജയകരമായി പൂർത്തിയാവുള്ളൂ. കാരണം എന്താ വെച്ചാൽ ഇവരൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത് ഒക്കെ നമ്മളെ ആൾക്കാർ തന്നെയാണ്. ഇൻഷാ അല്ലാഹ് ഇവളൊക്കെ കൂട്ടി പിടിച്ചിട്ട് വേണം എനിക്ക് ഈ ഒരു സംരംഭം എനിക്ക് എങ്ങനെയെങ്കിലും വലുതാക്കണം എന്നുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ ഈ ഒരു സംരംഭത്തിൽ വലിയൊരു സെറ്റപ്പ് ആവുന്നുണ്ടെങ്കിൽ ഈ കാണുന്ന എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടാവും എന്നാണ് ഞാൻ വാക്ക് കൊടുക്കുകയാണ്. ഓക്കെ. അതേപോലെ ഈ വീഡിയോ എടുക്കണ അജ്മൽ പഠിച്ചോനെ ഞങ്ങളോട് സീരിയസ് ആയിട്ടൊരു കാര്യം പറയുകയാണ്. നിങ്ങൾ കാണുന്ന മാതിരി ഒരു വ്ളോഗ് എടുത്ത് നടക്കാമെന്നൊക്കെ പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര റിസ്ക്കാണ്, ഭയങ്കര ടാസ്ക്കുള്ള പരിപാടിയാണ് വ്ളോഗ് എടുത്ത് നടക്കുക. അപ്പോൾ ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത്, അജ്മലെ കുറ്റം പറയാൻ പാടില്ല. ഞാൻ ഒരുപാട് പേരെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വ്ളോഗിന്. സംഭവം പറയണത് ചിലപ്പോൾ നിങ്ങൾക്ക് ചിരി വരും, അതേമാതിരി ഒക്കെ ഉണ്ടാവും. ഒക്കെ ഇതിൽ പറയുന്ന ഒരു കേസ് തന്നെയാണ്. അതിനൊന്നും നിങ്ങൾ ബോറായാണ്ടോ അതൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആരും സപ്പോർട്ട് ചെയ്യില്ല. നമ്മളൊരു വ്ളോഗിൻ്റെ ഒരു കാര്യത്തിൽ പറയുമ്പോൾ ആരും നമ്മൾ സപ്പോർട്ട് ചെയ്യില്ല. നമ്മളെ വീട്ടുകാരും ഈ വ്ളോഗ് ആകെ കാണും അവൻ്റെ പെരക്കാർ മാത്രമായിരിക്കും. എന്നാലും നിങ്ങൾ മനസ്സിലാക്കിയിട്ട് കണ്ട് കളിയാക്കുക, കുറ്റം പറയുക. ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ഓനെ എന്ത് ചെയ്യരുത്, നമ്മൾ നിരുത്സാഹപ്പെടുത്തരുത്. അപ്പം ഉഷാറാക്കി. അപ്പോൾ ഒരു കാര്യം കൊണ്ട് പറയാണ്ട്, ഞങ്ങളെ വീഡിയോസ് കാര്യങ്ങൾ തന്നെ ഉണ്ട്, വീഡിയോസ് സെറ്റാണ്. സത്യം പറയുകയാണെങ്കിൽ നഹാനൊക്കെ ഇവിടെ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു റബ്ബേ ഇത് ഞാൻ എന്തത് കാട്ടുക, എങ്ങനെ ഞാൻ അതിന് ഔട്ട് ചെയ്യാന്ന് ഞാൻ വിചാരിച്ചു. ഇങ്ങനെ കുറേ ടെൻഷൻ അടിച്ച് നിൽക്കുക. അപ്പോൾ നഹാൻ നല്ലൊരു കണ്ടന്റ് എനിക്ക് പറഞ്ഞത്, അതുപോലെ തന്നെ അജ്മൽ നല്ലൊരു കണ്ടന്റ് എനിക്ക് പറഞ്ഞത്. താങ്ക് യു ഗൈസ്. താങ്ക് യു. അപ്പോൾ ഒരുപാട് നന്ദി. ഓക്കെ, പീസ് ഔട്ട്. അപ്പോൾ അതൊക്കെയാണ് ഇപ്പോൾ ഷൂട്ടിനെ കുറിച്ച് ലൂക്കാസിയോറിൻ്റെ ഓണറും എല്ലാമായ നവാസ് പറഞ്ഞത്. അപ്പം നമ്മൾ ഏകദേശം എൻഡാക്കാനായിട്ടുണ്ട്. എല്ലാവർക്കും ഓരോ തിരക്കുണ്ട്. ഇനിയിപ്പോൾ എന്നാ അല്ല നവാസേ, അപ്പോൾ ഷൂട്ട് ചെയ്യല്ലേ? ഇനിയിപ്പോൾ കുറച്ച് ഫോട്ടോസ് ഷൂട്ടല്ലേ ഉള്ളൂ അല്ലേ? അല്ലേ? ഓക്കെ. അപ്പം ഇനി കുറച്ച് ഫോട്ടോസ് കാര്യങ്ങളൂടി എടുക്കാനുണ്ട് ടീഷർട്ടിൻ്റെ. അതിനാണിപ്പോൾ ഇപ്പോൾ വന്നിട്ടുള്ളത്. വാസിൽ പെരുമ്പറമ്പാണ് വീടെന്ന് പറഞ്ഞു. അപ്പം ആ ഫോട്ടോസ് കൂടി എടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങും. അപ്പം നമ്മൾ കുറച്ച് ഏകദേശം ഒരു 1.5-2 മണിക്കൂറിൻ്റെ അടുത്തായി ഇവിടെ. അപ്പം നമ്മളൊരു വീട്ടിൽ ഒരു പരിധി ഉണ്ടല്ലോ, അതൊന്നല്ല നമ്മളെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഈ ലൊക്കേഷൻ ഇഷ്ടപ്പെടുന്ന പോലൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്താ കമൻറ്റ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മളെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ അതിൻ്റെ ചെയ്യാനായിട്ടുണ്ട്. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ ഇൻഷാ അല്ലാഹ് വരുന്നതായിരിക്കും. അപ്പം എല്ലാവരും വീഡിയോ മസ്റ്റായിട്ട് കാണാൻ സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ഓക്കെ, അപ്പം താങ്ക് യു സോ മച്ച്. സീ യു ഗൈസ്.